നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്നലെ. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം തന്നെയാണ് നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് മത്സരിച്ചേക്കുമെന്നും നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമെന്നുമുള്ള സൂചനകൾ വന്നത്. അതിനൊരു സ്ഥിരീകരണമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പത്രികാ സമർപ്പണം. അതോടൊപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള വൈകാരികമായ ഒരു കുറിപ്പും അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ദില്ലിയിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും അടക്കമുള്ളവർ എത്തിയാണ്. അല്ലെങ്കിൽ നിതീഷ് കുമാർ പത്രിക കൊടുക്കുമ്പോൾ തീർച്ചയായും നിതിൻ നബീനും അതുപോലെ തന്നെ അമിത്ഷായും അടക്കമുള്ളവർ ആ സമയത്ത് സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും നിതീഷ് കുമാർ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ സൂചന. രാജ്യസഭാ അംഗമാകുന്നത് കൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് പരിഗണിക്കപ്പെട്ടേക്കുമെന്നൊരു സൂചനയുണ്ട്. മാത്രമല്ല, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തിച്ച് കേന്ദ്രമന്ത്രിയിലേക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാക്കാനോ ഒക്കെ ആയിരിക്കും BJP ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമിത്ഷാ അടക്കമുള്ളവരുടെ സാന്നിധ്യം ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. അമിത്ഷായുടെയും പാർട്ടി ദേശീയ അധ്യക്ഷൻ്റെയും സാന്നിധ്യം ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് അടുത്ത മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയമാണ് NDA സഖ്യം നേടിയത്. NDAയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് BJPക്കാണ് ലഭിച്ചത്, 89 സീറ്റ്. 85 സീറ്റുകളാണ് ജനതാദൾ യുണൈറ്റഡിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയിൽ നിന്നാകണം മുഖ്യമന്ത്രി. പക്ഷേ നിതീഷ് കുമാർ, അദ്ദേഹം വളരെ ജനകീയനായ ഒരു നേതാവാണ്, BJP ഏറ്റവും അധികം ബഹുമാനം നൽകുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയായിരുന്നു. ഇനി നിതീഷ് കുമാർ മാറുമ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനം JDUവിന് നൽകുക എന്നത് വളരെയധികം സാധ്യത കുറവുള്ള കാര്യമാണ്. BJP അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? ഇപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിമാരായി 2 പേരാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ നേതാവ് സമ്രാട് ചൗധരി തന്നെയാണ്. ഈ സമ്രാട് ചൗധരി തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ പ്രാബല്യമുള്ളത്. അതായത് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത്. സമ്രാട് ചൗധരി BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. പാർട്ടിക്ക് സംസ്ഥാനത്ത് അടിത്തറയുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച നേതാവ് കൂടിയാണ് സമ്രാട് ചൗധരി. അതുകൊണ്ട് തന്നെ സമ്രാട് ചൗധരി ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സമ്രാട് ചൗധരി മാത്രമല്ല, വിജയ് കുമാർ സിൻഹ, അദ്ദേഹവും ഇപ്പോഴത്തെ മറ്റൊരു ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുൻ ബീഹാർ നിയമസഭാ സ്പീക്കറും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയിലും പാർലമെൻറ്റിലും എല്ലാം വലിയ രീതിയിൽ അനുഭവ സമ്പത്തുള്ള വിജയ് കുമാർ സിൻഹയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകാരിൽ ഒരാളാണ്. മറ്റൊരു ആൾ എന്ന് പറയുന്നത് നിത്യാനന്ദ റായിയാണ്. നിത്യാനന്ദ റായിയും വളരെയധികം പ്രസിദ്ധനായിട്ടുള്ള, വളരെയധികം പാർട്ടിയിൽ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ 3 പേരുടെയും പേരാണ് പ്രധാനമായും BJPയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി നിതീഷ് കുമാറിൻ്റെ മകൻ നിഷാന്ത് കുമാറും മുഖ്യമന്ത്രി ആയേക്കും എന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. കാരണം നിഷാന്ത് കുമാറിൻ്റെ പേര് രാഷ്ട്രീയ രംഗത്ത് പൊതുവെ അപരിചിതമാണ്. അദ്ദേഹം BIT ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ നിന്നും അദ്ദേഹം എഞ്ചിനീയറിംഗ് പാസ്സായി നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. ഇതുവരെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയ പരിചയമൊന്നുമില്ല. പുതുതായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെയും ജനതാദൾ യുണൈറ്റഡ് പാർട്ടി നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളത് ജനതാദൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ നിരാശ അവരുടെ നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മുന്നണിയിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളെ നിർദ്ദേശിക്കേണ്ടത്. പക്ഷേ നിതീഷ് കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അതുദ്ദേശിച്ചു മാത്രമാണ് BJP അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി പദം BJP ഏറ്റെടുത്തേക്കുമെന്നും നേരത്തെ സൂചിപ്പിച്ച നേതാക്കളിൽ ഒരാൾ മുഖ്യമന്ത്രി ആയേക്കുമെന്നുമുള്ള സൂചനയുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ഇപ്പോൾ ബീഹാറിലുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.